നമ്മൾ യാത്രയ്ക്ക് ഇറങ്ങി കഴിഞ്ഞു. ഷൂക്കേഴ്സുമായിട്ട് നമ്മുടെ സഹോദരനെ കണ്ട ഷൂക്കേഴ്സ് ഉണ്ട്. പിന്നെ എന്തോ സാധനം എനിക്ക് തന്നെ പറ, ഇതെന്തോ സാധനം ഇത്? ഒന്ന് ടിപ്പ് ടോപ്പായിട്ടാ പോന്നെ. എനിക്ക് വയ്യ. ഓരോ നമ്മൾ പോകുന്ന വണ്ടിയാണ് ഇത്. ഇത് നമ്മുടെ സുഹൃത്തിന്റെ വണ്ടിയാണ്. അവൻ കറക്റ്റ് നിൽക്കും. അവന്റെ വണ്ടിയാ. കണ്ടോ അവിടെ വീഡിയോസ് വരും. ചുമ്മാ അഴുവാ. നമ്മളിപ്പോ ഭീമാപ്പള്ളിയിലെത്തി. നമ്മൾ പോകുന്ന വഴിയിൽ ഓരോന്ന് നിങ്ങളെ കാണിച്ചു തരാം. കാണിച്ചു തരുമ്പോൾ കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയേരെ. ചുമ്മാതെ കണ്ടേ ഞങ്ങൾ പാത്രങ്ങൾ കൊണ്ടുവന്നു. ഞങ്ങൾ ഇവിടെ വെച്ച് ഇഡ്ഡലി സാമ്പാർ ചട്നി ഒക്കെ കഴിക്കാൻ പോവാ. കൂടെ വന്നോളൂ. ഇവൻ വണ്ടി പൊക്കുവാ. ഇവനാണെങ്കിൽ ലോക്ക് തുറക്കാതെ വണ്ടി പൊക്കുവാ. ഈ തല നിറച്ചും ബുദ്ധിയാണ്. കണ്ടോ വിട്ടേരെ. നമ്മൾ ഇയാളെ പരിചയപ്പെടുത്തില്ല. ഇതാണ് കുഞ്ഞുമണി. ഇതാണ് നമ്മുടെ കുഞ്ഞുമണി. ഞങ്ങളാണ് പ്ലേറ്റിലാണ്ട് സാധനങ്ങൾ വിളമ്പുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് തരാനുള്ള ഇഡലി ഞങ്ങളുടെ കയ്യിൽ ഭദ്രമാണ്. സാമ്പാർ ചട്നി ഇഡലി. ഞങ്ങളാണ്ട് ഇഡലി ഞങ്ങളെല്ലാവരുടെ കുറെ പാത്രമില്ല സുഹൃത്തുക്കളെ. 2 പാത്രമേ ഉള്ളൂ. ഞങ്ങളെല്ലാം കൂടെ കുറച്ച് കഴിയുക. പാത്രം ഇല്ലാത്തോണ്ട് നിങ്ങളിങ്ങനെ കഴിക്കുക. വീഡിയോ എടുക്കുന്നത് സാധിക്കും. കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ കഴിച്ചു തീർക്കും. ഇതിനി മറ്റേ ആർക്കാ വെച്ചേക്കുന്നത്? നമ്മള് ഇപ്പം ഭീമാപ്പള്ളിയിലോട്ട് പോവുക. ഭീമാപ്പള്ളിയുടെ ഭാഗത്താണ് നമ്മൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഭീമാപ്പള്ളിയുടെ ഭാഗത്തോട്ട് പോകുന്നു. നമുക്ക് ഭീമാപ്പള്ളിയിലെ ഓരോ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നേരത്തെ ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ്. ഞാൻ വന്നിട്ടില്ല, നേരത്തെ വന്നിട്ടില്ല. ഞാൻ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല, ആദ്യമായിട്ടാ. ഇതുവരെ നമുക്ക് അങ്ങോട്ട് പോകുമ്പം കാണാൻ പറ്റും. പിന്നെ വന്നിട്ടുണ്ടല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. പള്ളി ഞാൻ ഇവിടെ നിന്ന് ദൂരെ നിന്ന് കാണുകയാണ്. നമ്മൾ അങ്ങോട്ട് നോക്കിയേ. പള്ളി കാണിച്ചു കൊടുത്തേ. പള്ളിയുടെ അകത്തോട്ടെടുത്ത വീഡിയോ. പള്ളിയുടെ അകത്തോട്ടെടുത്ത് കണ്ടോ? പള്ളിയുടെ അകമൊക്കെ കണ്ടോ? അടിപൊളിയാണ്, നല്ല രസമാണ്. ഇതെങ്ങനെ? 100 രൂപ. കോവളം ബീച്ച്, അതിവിശാലമായ കോവളം ബീച്ചിൽ നമ്മൾ വന്നു ചേർന്നു. ഇതാ നമ്മുടെ മുന്നിൽ ആരൊക്കെയാന്ന് നോക്ക്. കോവളം ബീച്ച് അടിപൊളി. കപ്പലെല്ലാം അവിടെ ഇട്ടേക്കുവാ. അടിപൊളി സ്ഥലം. അതുകൊണ്ട് അങ്ങോട്ട് പോയി ഐസ്ക്രീം മേടിക്കണം. നമ്മൾ കോവളം ബീച്ചിലാണ് ഗൈസ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന 2 താരങ്ങൾ ഐസ്ക്രീം നുണയുകയാണ് ഗൈസ്.
ഇതാ തട്ടിപ്പറിച്ചോണ്ട് പോയി ഗായ്സ്. ഒരു ഐസ്ക്രീം കഴിഞ്ഞു, അടുത്ത രണ്ടാമത്തെ ഐസ്ക്രീം തട്ടിപ്പറിച്ചോണ്ട് പോകുന്നു ഗായ്സ്. നിങ്ങൾ യഥാർത്ഥത്തിൽ എന്തോ കഴിക്കുക? എന്തോ ഐസ്ക്രീമാ കഴിക്കുന്നത്? ദന്തും കൂടാണോ? നല്ല ഐസ്ക്രീം കാത്തോണ്ടിരിക്കും. ഇതെന്തുവാണ് ഇത്? സ്ട്രോബെറി. ആ അതാണ്ട് അവിടെ താണ്ട പിന്നെ മുളക് ബജി കഴിച്ചോ? മുളക് ബജി നിങ്ങള് അതെ, ഞങ്ങള് മുളക് ബജി. പോയി ഇത് കൊള്ളാം. ഇത് കൊള്ളാം കേട്ടോ. അത് ഓണാക്കി വെച്ചോണ്ട് എവിടെയെങ്കിലും പിടിക്കാതെ അതിനകത്ത് തന്നെ വരും. അത് ഞാൻ ഐസ്ക്രീം കഴിച്ച് പോയിട്ടു ഞാൻ നല്ല രണ്ടുണ്ട് കൊള്ളാം. ഓ ഇറങ്ങുവാന്നോ? ഇറങ്ങിക്കോളൂ. നമ്മളിപ്പം ദാണ്ടെ കോവളത്തെ ഒരു സ്ഥലത്തോടെ ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെ ഞങ്ങൾ മാറി ഒരിടത്ത് പോയിരിക്കുക. ഒരാട് തളർന്നു വന്ന് ഇവിടെ ഇരുന്നു. ഞങ്ങളുടെ യാത്ര ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. യാത്ര മുന്നോട്ട് പോകുന്നു.